ഹായ്. നമ്മുടെ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിനോടാണ് ഞാൻ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണെന്നുണ്ടെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ക്ഷമ വെക്കട്ടെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ നാട്ടിൽ നിന്നിട്ട് സമയം കളയണ്ട, നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് DHA എടുത്തിട്ട് നിങ്ങൾ കയറി വരൂ, ഇങ്ങോട്ട് കയറി വരൂ, ദുബായിലോട്ട് കയറി വരൂ, അല്ലെങ്കിൽ UAE കയറി വരൂ, ഇവിടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഇവിടെ DHA എഴുതാൻ വേണ്ടിയുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേഴ്സുമാർ അവൈലബിൾ ഉണ്ട് ഇവിടെ ഓൾറെഡി. അതായത് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർ അവൈലബിൾ ഉണ്ട്. അപ്പം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ വന്നു കഴിയുന്ന നേഴ്സുമാർക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജോബ് കിട്ടാൻ വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്. ജോബ് കിട്ടിയാൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നതിന് ശേഷം അവർക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് അറിയത്തില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ഒരു പേയ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്തിട്ടാണെങ്കിൽ 3,500 ആണെങ്കിൽ ജോബിന് കയറാൻ വേണ്ടി റെഡിയായി മാറുന്നുണ്ട് അവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രഷർ ആണെന്നുള്ള രീതിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 5,000 കയറുമ്പോഴത്തേക്കിന് ഫ്രഷ് ആയിട്ടുള്ള എനിക്കത് കുറഞ്ഞല്ലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ കയറുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അങ്ങനെ വന്നിട്ട് ജോബ് കയറില്ല. മിനിമം സാലറി 5,000 dirhams ആണ് ഇവിടെ ഒരു നേഴ്സിനുള്ളത്. 7,000 dirhamsന് കയറുന്നവരുണ്ട്. അപ്പം നമ്മൾ വന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കളയാതിരിക്കുക. നമുക്ക് എങ്ങനെയാണ് കളിച്ചാലും മിനിമം ഒരു 5,000 to 6,000 സ്റ്റാർട്ടിങ് സാലറി ഉണ്ടെങ്കിൽ മാത്രം കയറാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം തിരിച്ചു പോകേണ്ടതായിട്ട് വരും. നാം വന്നിട്ട് ഒരു വർഷം, ഒരു മാസം, 2 മാസം, 3 മാസമൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് കയറി പോകേണ്ടതായിട്ട് വരും. അതിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ എന്തായാലും നാട്ടിൽ തന്നെ നിൽക്കുക, ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ വരിക. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് നിങ്ങളുടെ സാലറി നേടിയെടുക്കാൻ ശ്രമിക്കണം. 5,000 to 6,000 സാലറി കുറച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഒരു നേഴ്സിംഗ് ജോബ് ഇവിടെ UAE വന്നിട്ട് സ്റ്റാർട്ടിങ് ചെയ്തു തുടങ്ങരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനാണ്. ജോബ് എവിടെ പോകണം, എവിടെ കയറണം എന്നുള്ളതൊക്കെ അതൊക്കെ മാറ്റി വെക്കുക. ആദ്യത്തെ ഒരു 1 year അത് നിങ്ങൾ നാട്ടിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നാട്ടിൽ നിന്ന് നല്ലൊരു ക്ലിനിക്കൽ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ആട്ടും തുപ്പും ഒക്കെ കിട്ടും, അതൊക്കെ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ബെറ്റർ സാലറി പാക്കേജ് ഉള്ള, ബെറ്റർ കരിയർ ഗ്രോത്ത് ഉള്ള UAE പോലുള്ള നാടുകളിലേക്ക് പെട്ടെന്ന് തന്നെ വരിക. അവിടെ നിന്ന് നാട്ടിൽ ഇങ്ങനെ നിന്ന് പോരെ, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു അങ്ങനെ നിന്ന് പോകാതിരിക്കുക. ഒരു വർഷം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കയറി വരാൻ നോക്കുക. ഓക്കെ, ബൈ ബൈ.